ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലും ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാർ 4:2 ഇങ്ങനെ വായിക്കുന്നു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതെ, എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വചനഭാഗമാണ് വായിച്ചു കേട്ടത്. എലീശ പ്രവാചകന്റെ അരികിലേക്ക് വിധവയായ സ്ത്രീ കരഞ്ഞുകൊണ്ടുവരികയാണ്. തൻ്റെ മക്കളെ കടക്കാരൻ വന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു അടിമകളാക്കുവാൻ. അപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക, നിന്റെ കരത്തിൽ എന്താണുള്ളത്? അപ്പോൾ ആ വിധവയായ സ്ത്രീ ഉത്തരം കൊടുക്കുന്നുണ്ട്, ഒരല്പം എണ്ണയുണ്ട് എൻ്റെ കരത്തിൽ, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ആമേൻ. നിങ്ങളുടെ അല്പത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് പകലിൽ കടഭാരത്തിനകത്ത് ഇരുന്ന് ദൂത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു, നിങ്ങളുടെ കരത്തില് അല്പമേ ഉള്ളൂ എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അത് സമർപ്പിക്കാമെങ്കിൽ നിങ്ങളുടെ അല്പത്തെ വർദ്ധിപ്പിക്കാമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ദൂതറിയിക്കുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വാങ്ങുവാൻ എലീശ പ്രവാചകൻ അഡ്വൈസ് കൊടുക്കുന്നു. അതെ, അവർ അതുപോലെ തന്നെ, താനും തൻ്റെ മക്കളും അതുപോലെ തന്നെ എലീശ പ്രവാചകൻ എന്ത് കൽപ്പിച്ചോ അതുപോലെ തന്നെ അനുസരിച്ച് ചെയ്യുന്നു. വെറും പാത്രങ്ങൾ വാങ്ങി വന്നു, മാക്സിമം വെറും പാത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. അതിനെയെല്ലാം നിറയ്ക്കുവാൻ തുടങ്ങി, അതിലേക്ക് എണ്ണ പകരുവാൻ തുടങ്ങി. അതെ, നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴുള്ള ശൂന്യതകളെ സ്വർഗത്തിലെ ദൈവം മാറ്റുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആമേൻ, സ്തോത്രം. ആ ജീവിക്കുന്ന ദൈവത്തെ എത്രേ ഞാനും നിങ്ങളും വിളിച്ചാരാധിക്കുന്നത്. അതെ, ആ വിധവയെ പോറ്റിയ ദൈവത്തെ അത്ര ഇന്ന് പകലിൽ ഞാനും നിങ്ങളും വിളിച്ചാരാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അന്നൊരു അത്ഭുതവും ആ വിടുതലും ഈ എലീശ പ്രവാചകൻ മുഖാന്തരം ആ വിധവയുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ, എൻ്റെ കർത്താവ് ഇന്ന് പകലിലും അത്ഭുതം ചെയ്യുവാൻ അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല, ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ അല്പത്തെ വർദ്ധിപ്പിക്കുമെന്ന് സ്വർഗം ആലോചന അറിയിക്കുന്നു. നിങ്ങളുടെ വരൾച്ചകളെ സ്വർഗം മാറ്റുമെന്ന് ആലോചന അറിയിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയെ മാറ്റുമെന്ന് സ്വർഗം ആലോചന അറിയിക്കുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ. നിങ്ങളുടെ അതിരിനെ സ്വർഗത്തിലെ ദൈവം വിശാലമാക്കുവാൻ പോകുന്നു. ആമേൻ. വിശ്വസിച്ചാട്ടെ. ഇപ്പോഴുള്ള അവസ്ഥയെ നോക്കണ്ട. ആമേൻ, സ്തോത്രം. ഇപ്പോഴുള്ള അല്പത്തെ നോക്കണ്ട. നിങ്ങളുടെ കരത്തിൽ അല്പമേ ഉള്ളൂ എങ്കിലും സ്തോത്രത്തോടെ നിങ്ങളുടെ വിഷയത്തെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അറിയിച്ചാട്ടെ. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുവാൻ പോകുന്നു. ആമേൻ. എന്താണ് പിന്നീട് ഉണ്ടായത്? അത്ഭുതമല്ലേ അവിടെ ഉണ്ടായത്? വെറും പാത്രങ്ങൾ നിറഞ്ഞു. എലീശ പിന്നെയും കൽപ്പിച്ചു, കടം ഇത് വിറ്റ് നിങ്ങളുടെ കടക്കാർക്കുള്ളത് കൊടുത്തിട്ട് ശേഷിച്ച ഭാഗം നീ നിന്റെ തലമുറകളും ഇതിൽ നിന്ന് ഉപജീവനം കഴിച്ചാട്ടെ എന്ന് കൽപ്പന കൊടുത്തു. ആമേൻ. ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ ഉപജീവനത്തിന് തടസ്സമായിരിക്കുന്ന, നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾക്ക് തടസ്സമായി നിൽക്കുന്ന ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ക്യാൻസൽ ചെയ്തു കളയുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ സമൃദ്ധി ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുവാൻ പോകുന്നു. അതെ, കടഭാരമെന്ന കടച്ചീട്ടിനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ കീറിക്കളയുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം കടഭാരത്തിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ വലിയ ബ്രേക്ക് ത്രൂസ് ഇന്ന് പകലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വിടുതലേറ്റെടുത്താട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്മേൽ അത്ഭുതം സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, വ്യത്യാസങ്ങൾ സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലകളിൽ മേൽ ബ്രേക്ക് ത്രൂസ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കടച്ചീട്ടുകളെ സ്വർഗത്തിലെയും ഇന്ന് ഈ പകലിൽ അങ്ങ് കീറിക്കളഞ്ഞതിനിട്ട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനുമത്വം കർത്താവിന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.